കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നീ ഇതുവരെ അത് മറന്നില്ലടാ. പോട്ടടാ, വിട്ടേക്ക്. എടാ, പൊതുജനം പല വിധമെന്നല്ലേ. എന്തൊരു മനുഷ്യനാന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്നാലും നീ ഇത്ര ഓവർ റിയാക്ട് ചെയ്യണോ? സനുവിനെ കുറിച്ച് അവർ ഇത്രയും പറഞ്ഞത് കേട്ടിട്ട് ഞാൻ മിണ്ടാണ്ടിരിക്കണോ? വേണോ? ഈ ചെറുപ്രായത്തിൽ തന്നെ സ്വയം തെരഞ്ഞെടുത്ത പ്രൊഫഷനിൽ കഴിവ് തെളിയിച്ചവളാണ് സാനിയ. ഷീ ഈസ് സ്മാർട്ട് ആൻഡ് ഇന്റലിജന്റ്. ഈ പെണ്ണുങ്ങൾക്കെല്ലാം അസൂയാണ് അവളോട്. ഗിരി, ഇതാ പെൺകുട്ടിയല്ലേ? ഏത് പെൺകുട്ടി? നമ്മുടെ വണ്ടിക്ക് തട്ടിയിലെ ഒരു മാരുതി കാറ്, അതിലുണ്ടായിരുന്ന പെൺകുട്ടി. പെൺകുട്ടിയോ? എടാ, നിന്റെ കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ? ഇന്നലെ നമ്മൾ കണ്ടത് പ്രായമുള്ളൊരു സ്ത്രീ ആയിരുന്നില്ലേ? ഒരു തടിച്ചിട്ട്. ഈ കുട്ടി അവിടെ ഉണ്ടായിരുന്നു. ഇതവരെ മോളോ മറ്റോ എന്ന് തോന്നുന്നു. ഓഹോ, അപ്പൊ ഇതാണോ നേരത്തെ എന്നെ കാണാൻ വന്നു എന്ന് സെക്യൂരിറ്റി പറഞ്ഞ പെണ്ണ്? ആയിരിക്കാനാണ് സാധ്യത. എടാ, ഇവരെന്തിനാ എന്നെ കാണുന്നേ? അമ്മയായാലും കൊള്ളാം, മോളായാലും കൊള്ളാം, ആ കുടുംബത്തിൽപ്പെട്ട ഒറ്റ ഒന്നിനെ ഈ കോമ്പൗണ്ടിനകത്ത് കയറ്റരുത്. ജീവിതകാലം മുഴുവൻ എനിക്ക് എന്നോട് തന്നെ പൊറുക്കാൻ പറ്റാത്ത കാര്യ ഇന്നലെ സംഭവിച്ചത്. ഇവര് കാരണം. പക്ഷേ നിന്നെ കണ്ടേ പോവൂ എന്നുള്ളൊരു നിപ്പാണത്. എത്ര നേരായിന്ന് ആലോചിച്ചു നോക്കേ. ഞാൻ ആരെ കാണണം കാണണ്ടെന്ന് തീരുമാനിക്കുന്ന ഞാനാ. എത്ര കാത്തിരുന്നാലും എന്റെ അനുവാദമില്ലാതെ എന്നെ ആരും കാണാൻ പോകുന്നില്ല. ഒന്ന് പറഞ്ഞു വിടും. കാണാൻ എനിക്ക് താല്പര്യമില്ലെന്നും അതിനാണെങ്കിൽ കാത്തിരിക്കണ്ടെന്നും ചെന്ന് പറഞ്ഞേക്ക്. അല്ല ഗിരി, ഒന്നുമില്ലെങ്കിലും ഇത്രയും ദൂരം വന്ന് ഈ വെയിലത്ത്. വേണ്ട, ഒരു സെന്റിമെന്റ്സും വേണ്ട. ഇനി നിനക്ക് പറയാൻ മടിയാണെങ്കിൽ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. വേണ്ട, ഞാൻ പോക്കോളാം. എന്തോ അമ്മ ഇതൊക്കെ? ഇങ്ങനെ തിന്നാനും കുടിക്കാനാണോ ഇവര് നമ്മളിവിടെ വിളിപ്പിച്ചേ? ബാക്കി എല്ലാരും റെഡി ആയി കഴിഞ്ഞു. എനിക്ക് മേക്കപ്പ് ഇടണ്ടേ, എനിക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യണ്ടേ, ഇതിനൊക്കെ സമയം വേണ്ടേ? എന്താരും നമ്മളോട് ഇതൊന്നും പറയാത്തേ? ആർക്കറിയാം, എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. നമ്മളിങ്ങനെ വിളിച്ചു വരുത്തി സൽക്കരിച്ചിട്ട് അവർക്ക് എന്താ കാര്യം? എക്സ്ക്യൂസ് മീ മാം, എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇത് എന്തൊരു ഏർപ്പാടാ? ഞങ്ങൾ എന്തിനാ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കണേ? അതൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്കൊരു കുറവും വരാൻ പാടില്ലെന്ന് സാനിയ മാം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എത്ര നേരമായിട്ട് കാത്തിരിക്ക? എനിക്കെന്താ റെഡി ആവണ്ടേ? റെഡി ആവാനോ? എന്തിന്? നിങ്ങൾ എന്താ ആളെ വിളിച്ചു പറ്റി കളിയാക്കാണോ? ഞാൻ വന്നത് ഇവിടെ ഫാഷൻ വീക്കിന്റെ ഓഡിഷന് വേണ്ടിയാ, അല്ലാതെ നിങ്ങളുടെ ഈ ചായ സൽക്കാരത്തിനല്ല. പക്ഷേ ഓഡിഷൻ കഴിഞ്ഞല്ലോ. ഓഡിഷൻ കഴിഞ്ഞെന്നോ? സാനിയ മാം ഇപ്പൊ വരും, അതുവരെ കാത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 2-2.5 മണിക്കൂറായിട്ട് ഞങ്ങൾ ഇവിടെ കാത്തിരിക്കാം. എന്നിട്ട് എന്റെ മോളെ പങ്കെടുപ്പിക്കില്ല എന്ന് പറഞ്ഞ അവളെ മാറ്റി നിർത്തിയതിന്റെ കാരണം എനിക്ക് അറിയണം. നിങ്ങളുടെ സാനിയ മാഡം വലിയ ഫാഷൻ ഡിസൈനർ ആണെങ്കിൽ ഞങ്ങളും അത്ര മോശപ്പെട്ട ആൾക്കാരല്ല. ഞാനേ പഴയ മിസ് ട്രിവാൻഡ്രം, അറിയോ? മിസ് ട്രിവാൻഡ്രം. നിന്നോടൊക്കെ സംസാരിക്കേണ്ട ഒരു കാര്യവും എനിക്കില്ല. എനിക്ക് സംസാരിക്കേണ്ടതേ നിന്റെയൊക്കെ മാഡത്തിനോടാണ്. എന്നോടും മോളോടും അവര് സമാധാനം പറഞ്ഞേ പറ്റൂ. അയ്യോ മോളെ, നന്ദു! അയ്യോ നന്ദു, നന്ദു മോളെ, എനിക്ക് നന്ദു മോളെ, മോളെ. Are you okay? Hey, relax. കുറച്ച് വെള്ളം കുടി. ഓക്കെ ആണ് ഇപ്പൊ? അറിയാം മോനെ ശ്രീകുട്ട. സാറേ, ഞാൻ എത്ര പറഞ്ഞിട്ട് അവര് പോകുന്നില്ല. ആ ഗേറ്റിൽ തന്നെ നിൽക്കാം. നമസ്കാരം. എന്താ വേണ്ടേ? നിങ്ങളുടെ സാറിനെ ഒന്ന് കാണണം. അതിനു വേണ്ടിട്ട് കുറെ നേരമായിട്ട് ഞാൻ ഇവിടെ കാത്തു നിൽക്കുക. അദ്ദേഹം കുറച്ച് തിരക്കിലാണല്ലോ. എന്താ കാര്യം? തിരക്കൊഴിഞ്ഞിട്ട് മതി, ഞാനിവിടെ നിന്നോളാം. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല.
ഇനി അദ്ദേഹത്തെ കണ്ടിട്ട് എന്തിനാ? നിങ്ങൾ അമ്മയും മോളും കൂടെ ചെയ്യാവുന്ന ഉപകാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞല്ലോ. എന്റെ അമ്മയുടെ ഭാഗത്തുനിന്ന് പറ്റിയത് തെറ്റ് തന്നെയാ. അതിന് അദ്ദേഹത്തെ കണ്ട് മാപ്പ് പറയാനാ ഞാൻ വന്നത്. പ്ലീസ് ഒരു 5 മിനിറ്റ് ഒന്ന് കാണാനായിട്ട്. അങ്ങനെ മാപ്പ് കൊണ്ട് തീരാവുന്നതല്ലല്ലോ ഇന്നലെ സംഭവിച്ചത്. നിങ്ങൾ കാരണം അച്ഛന്റെ ആണ്ടുബലി മുടങ്ങിയതിന്റെ ദേഷ്യത്തിലാ പുള്ളിക്കാരൻ. അദ്ദേഹത്തിന് അച്ഛനോടുള്ള കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് അറിയേണ്ട. ഒരു കാര്യം തുറന്നു പറയുന്നുണ്ടോന്ന് തോന്നരുത്. എത്ര കാത്തു നിന്നാലും നിങ്ങളെ കാണാൻ അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാർ ഒരു നിമിഷം നിൽക്കണം. എല്ലാവർക്കും അവരവരുടെ അച്ഛനോടും അമ്മയോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ വലുത് തന്നെയാ. അദ്ദേഹത്തിന് മാത്രമല്ല, എനിക്ക് എന്റെ അച്ഛനോടും അങ്ങനെ തന്നെയാ. എന്റെ അമ്മ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ സമ്മതിച്ചല്ലോ. ചെറിയ രീതിയിൽ ഒതുക്കി തീർക്കാവുന്ന ഒരു പ്രശ്നത്തിനെ അമ്മ വലുതായിട്ട് വഷളാക്കി. അതിന്റെ ബാക്കിയായിട്ട് നിങ്ങളുടെ സാറിന് ഒരു വലിയ നഷ്ടം സഹിക്കേണ്ടി വരികയും ചെയ്തു. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് അതിന് നല്ല കുറ്റബോധമുണ്ട്. പക്ഷെ ആ തെറ്റിന് ഞാൻ മാപ്പ് പറയാനായിട്ട് തയ്യാറായിട്ട് ഇവിടെ വന്നിട്ടും ഒന്ന് കേൾക്കാൻ കൂടിയുള്ള മനസ്സ് കാണിക്കാത്തത് എന്ത് മര്യാദയാണ് സാർ? സംഭവിച്ചു പോയതൊക്കെ ഇപ്പൊ അദ്ദേഹം ദ്രോഹിക്കുന്നത് എന്റെ അച്ഛനെയാ. സ്വന്തം അച്ഛനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ മറ്റൊരാളുടെ അച്ഛനെ ദ്രോഹിക്കുന്ന എന്ത് ന്യായമാണ് സാർ? വലിയ സൗകര്യങ്ങളിലൊക്കെ ജീവിക്കുന്ന നിങ്ങളെ പോലുള്ളവർക്ക് വലിയ മനസ്സുണ്ടാവുന്ന ഞാൻ വിചാരിച്ചത്. എനിക്ക് തെറ്റിപ്പോയി. തീരെ ചെറിയൊരു മനസ്സിന്റെ ഉടമയാണ് നിങ്ങളുടെ മുതലാളി. അദ്ദേഹത്തിന്റെ അച്ഛന്റെ ബലികർമ്മങ്ങൾ ചെയ്യാൻ പറ്റാതെ പോയതില് പ്രായമായിട്ടുള്ള എന്റെ അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി ഇറക്കുന്നതാണോ അയാൾ ചെയ്യുന്ന ഈ പ്രതികാരം? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാളും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം? പറയും, എന്താ വ്യത്യാസം? അതെ, ഒരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ടല്ല നേരിടേണ്ടതെന്ന നല്ല ബോധമുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ മാപ്പ് പറയാനായിട്ട് വന്നത്. ഇന്നിവിടെ വന്നതേ തെറ്റായിപ്പോയി. നിങ്ങളുടെ സാറിനെ പണം ഉണ്ടായിരിക്കും, പക്ഷേ എനിക്ക് എന്ത് നേരിടാനുള്ള മനോധൈര്യമുണ്ട്. പോയി പറഞ്ഞേക്ക് അയാളോട്. ഇവളും ഗിരിയും തമ്മിൽ ഒരു 10 വർഷം മുമ്പ് കണ്ടുമുട്ടേണ്ടതായിരുന്നു. ഇന്നലേക്ക് മുമ്പെങ്കിലും കണ്ടുമുട്ടിയാൽ മതിയായിരുന്നു. സെറ്റായിരുന്നേനെ. മോനെ ശ്രീകുട്ടാ. നന്ദു, ആർ യു ഓക്കേ? കുഴപ്പമില്ല ഏട്ടാ. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഫാഷൻ വീക്കിന്റെ ഓഡീഷന് വേണ്ടി. ഇവിടുന്ന് ആരോ വിളിച്ചിട്ട് ഞങ്ങൾ വന്നതാ. ആര് വിളിച്ചിട്ട്? ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ നിന്ന് വിളി വന്നപ്പോൾ വിളിക്കുന്നത് ആരാ എന്താന്ന് ഇവിടെ വ്യക്തമായി ചോദിച്ചില്ല. എന്റെ അനിയത്തെ ആരാ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? അനാവശ്യമായിട്ട് ഇവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ഇങ്ങനെ വിഡ്ഢിവേഷം കെട്ടിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് അറിയണം. How dare you insult my sister? ഞാനല്ല. താൻ അല്ലെങ്കിൽ പിന്നെ ആരാണെന്ന് പറയണം. ഞാനാ. ഞാനാ അവരെ വിളിച്ചു വരുത്തിയത്. Any problem? ഓഡീഷന് പങ്കെടുപ്പിക്കാനല്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് നീ എന്റെ അനിയത്തെ വിളിച്ചു വരുത്തിയത്? എന്റെ മുന്നില് വേറെ മാർഗങ്ങളില്ലായിരുന്നു ശ്രീ. സത്യശ്രീ, എന്റെ കൺമുന്നിൽ വരുത്താൻ വേണ്ടി മറ്റെന്ത് വഴി എനിക്കുണ്ടായിരുന്നേ? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു, ഫോൺ എടുത്തോ? യു ഗോട്ട് മൈ മെസ്സേജസ് ആൻഡ് ഇമെയിൽസ്. അതിനും കൂടെ പ്രതികരിക്കാതായപ്പോ ഞാൻ ആകെ പറഞ്ഞതല്ലേ നിന്നോട്, ഞാൻ നാട്ടിലുണ്ടാവില്ല, എന്റെ ജോലിയുടെ ട്രെയിനിങ്ങിന് വേണ്ടി മലേഷ്യയിലേക്ക് പോകുവാണെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്, അല്ലേ? ലോകത്തിന്റെ ഏത് കോണി പോയാലും എനിക്ക് പ്രതികരിക്കായിരുന്നില്ലേ? അതിനെന്തായിരുന്നു തടസ്സം? പറ. എന്നെ ഒഴിവാക്കുകയാണെന്ന് എനിക്ക് തോന്നിയതല്ല, എനിക്ക് ബോധ്യമായി.
I cannot live without you, Sri. I need you. I love you. I love you so much. പ്ലീസ് ബേബി, പ്ലീസ് ഞാനൊന്ന് പറയട്ടെ. നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് സംസാരിച്ച് തീർക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അതിനുള്ള സമയമല്ലിത്. മതി മതി, എനിക്ക് ഇത്രയും കേട്ടാ മതി. Now I'm happy. ബട്ട് ഐ എം നോട്ട്. ഞാൻ പറഞ്ഞു, നമുക്കിടയിലെ പ്രശ്നങ്ങളിലേക്ക് എന്റെ കുടുംബത്തെ വലിച്ചിഴക്കരുതെന്ന്. ജസ്റ്റ് കീപ് മൈ ഫാമിലി ഔട്ട് ഓഫ് ദ വേ, ഓക്കെ? അമ്മ, നന്ദു, കം, ലെറ്റ്സ് ഗോ. കം, ലെറ്റ്സ് ഗോ. എടാ ഗിരി, ചില ആളുകൾ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. നമ്മൾ ഒരു 5 മിനിറ്റ് അവരുമായിട്ട് സംസാരിച്ചു കഴിയുമ്പോൾ അവരെ കുറിച്ചുള്ള ഇമേജ് മൊത്തം അങ്ങ് മാറും. ആ അനക്കയും അവളുടെ അമ്മയും കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ലടാ വിചാരിച്ചത്. എടാ, ഞാൻ പറഞ്ഞത് നിന്നെ കാണാൻ ഗേറ്റിൽ വന്ന പെൺകുട്ടിയില്ലേ, അവളെ കുറിച്ചാ പറഞ്ഞേ. അവളെ നമ്മൾ വിചാരിച്ച പോലെ ഒരാളല്ല. പറയുന്ന കാര്യങ്ങൾക്ക് ഭയങ്കര നിലപാടുകളും നല്ല ക്ലാരിറ്റി ഉണ്ട്. എടാ ഗിരി, ഒന്ന് നിന്നേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എടാ ഗിരി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ ഗിരി, ഞാൻ വെറുതെ പറഞ്ഞല്ല. ആ പെണ്ണ് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു വ്യക്തത. ഇതിനു മുമ്പ് അങ്ങനെ ഒരു ക്ലാരിറ്റി ഞാൻ കണ്ടിട്ടുള്ളത് നിനക്ക് മാത്രമാ. അന്ന് സംഭവിച്ചതെല്ലാം നീ മറന്നോ? 2 ലക്ഷമാ ചോദിച്ചത്, അതും ഒരു ചെറിയ സ്ക്രാച്ചിന്. ആളെ നോക്കി വിലയിടുന്ന ടീമാ അവര്. പക്ഷെ ചോദിച്ചത് അവളുടെ അമ്മയല്ലേ. തെറ്റു മുഴുവൻ അമ്മയുടെ ഭാഗത്താണെന്ന് അവൾ എന്നോട് ഏറ്റു പറയുകയും ചെയ്തു. നിന്നോട് മാപ്പ് പറയാനല്ലേ അവള് വന്നത്. എന്നിട്ടൊന്ന് കാണാൻ പോലും നീ കൂട്ടാക്കിയില്ല. വേറെ 1 മിനിറ്റ് നീ അവളോട് സംസാരിച്ചിരുന്നെങ്കിൽ നിനക്ക് തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടനെ. എടാ, എന്ത് ബോധ്യപ്പെടാൻ? അമ്മയെ പോലെ അല്ല അവള്. അത്യാവശ്യ സാമാന്യ ബുദ്ധിയും ചിന്തിക്കാൻ കഴിവുള്ള കൂട്ടത്തിലാ. എന്നാ പിന്നെ തീരെ അടുപ്പിക്കരുത്, ഒന്നുകൂടെ സൂക്ഷിക്കണം. എടാ, കാശ് വാങ്ങാനുള്ള വേല ഒപ്പിച്ചുകൊണ്ടാണോ വന്നതെന്ന് ആർക്കറിയാം? എനിക്ക് തോന്നുന്നത് ഇതാണ് ആ കുടുംബത്തിന്റെ ജീവിത മാർഗമെന്ന്. എടാ, ഒരു പാട്ട വണ്ടിയും കൊണ്ട് റോഡിലിറങ്ങി ഇങ്ങനെ ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്തായിരിക്കും ആ അമ്മയും മോളും ജീവിക്കുന്നത്. നമുക്കിടയിലെ പ്രശ്നങ്ങൾ സംസാരിച്ച് തീർക്കാന്ന് നീയല്ലേ പറഞ്ഞ ശ്രീ? I will not let you do this to me. No. ഇല്ല. I didn't expect this from you. No. I said no. I can't listen to you. Tell me, can you meet me or not? Now. See, I don't want to listen to anything. You cheated on me, Shri. No. മോളെ, മോളെ സനു, മോളെ, മോളെ സനു, എന്താ പറ്റിയേ? ആരോടാ നീ വഴക്കുണ്ടാക്കുന്നേ? എന്താ മോളെ പ്രശ്നം? സനു, എന്താ ഇത്? എന്താ നീ കാണിച്ചേ? ആകാശേ, അവളിങ്ങനെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ. സാനി എനിക്ക് അനിയത്തിയല്ല, എന്റെ മോളാ. 15 വർഷങ്ങൾക്ക് മുമ്പ് അവൾ ഈ കുടുംബത്തിലേക്ക് വരുമ്പോ വെറും 4 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അന്നു മുതൽ ഞാൻ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് എന്റെ മോളായി കണ്ടിട്ടാടാ. ഓട്ടടാ, ഒന്നും സംഭവിച്ചില്ലല്ലോ, സമാധാനിക്കേ. ഇഷ്ടം നടിച്ച് അവളുടെ പിന്നാലെ കൂടിയിരിക്കുന്ന ഏതോ ഒരുത്തനുണ്ട്. അവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ അവനാ. അതാ വിഷയമൊന്ന് നിനക്കെന്താ അത്ര ഉറപ്പ്? ഉറപ്പാ എനിക്ക്. അവൾ ഫോണിൽ സംസാരിക്കുന്നതേ കുറച്ചൊക്കെ ഞാനും കേട്ടതാ.
അതല്ലാതെ മറ്റെന്ത് പ്രശ്നമാണ് അവൾക്ക്? അത് പറ. അവൻ ആരായാലും അവനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അവൻ ആരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അമ്മേ, മോനത്ത് നോക്കി നിന്ന് സ്വപ്നം കാണാണോ? മോളെ, എന്താ അമ്മേ? ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല നിന്റെ ഏട്ടൻ ഇത്രയും വലിയ കില്ലാടിയാണെന്ന്. അവൻ ആള് കൊള്ളാലോ. ഈ മിണ്ടാപ്പൂച്ച കലോടക്കെന്ന് പറയുന്നത് ഇപ്പൊ വെറുതെ അല്ലാന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ലേ? എനിക്കിപ്പോഴും ഇതൊന്നും വിശ്വസിക്കാനേ വയ്യ. ഇത്രയും പ്രശസ്ത ഫാഷൻ ഡിസൈനർ സാനിയ നമ്പ്യാരും എന്റെ മോൻ ശ്രീനേഷും. ഇത് നമ്മൾ സ്വപ്നം കാണുന്നതൊന്നല്ലോ. ചുമ്മാ ഇതില് വല്ല സത്യമുണ്ടോ? നീ എന്നെ ഒന്ന് നുള്ളിക്കേ. ഒക്കെ റിയാലിറ്റി തന്നെയാണ് അമ്മേ. അവരുടെ റിലേഷൻഷിപ്പ് ഒരു കല്യാണത്തിലോട്ട് എത്തിച്ചേരുകയാണെങ്കിൽ പിന്നെ എന്റെ ലൈഫ് സെക്യൂറായി അല്ലേ? എത്തിച്ചേർന്നെങ്കിലെന്നോ? എത്തിച്ചേർക്കണം, അല്ലെങ്കിൽ നമ്മൾ എത്തിച്ചേർത്തിരിക്കും. സാനിയ നമ്പ്യാർ എന്റെ മരുമകളായി വലത് കാല് വെച്ച് എന്റെ വീട്ടിലേക്ക് കയറി വരണം. അതോടെ നിന്റെ ലൈഫ് മാത്രല്ല സെക്യൂർ ആവാ, നമ്മുടെ എല്ലാവരുടെയും ലൈഫ് വേറെ ലെവൽ. വലിയ വീട്ടിലെ പെൺകുട്ടികളെ വലയിട്ട് പിടിക്കാൻ ഇതുപോലെ കുറെ ഫ്രോഡുകൾ ഇറങ്ങിയിട്ടുണ്ട്. അധ്വാനിക്കാതെ പണക്കാരനാവാൻ ഏതോ ഒരുത്തന്റെ ബുദ്ധിയിൽ ഉദിച്ച എളുപ്പ വഴിയാണത്. എടാ, ചിലപ്പോ കൂടെ പഠിച്ച വല്ല ഫ്രണ്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരേ ഫീൽഡിൽ ഒരുമിച്ചുള്ള മറ്റാരെങ്കിലും. അവളുടെ ഫ്രണ്ട്സിനെയും കൂടെ പഠിച്ചവരെയൊക്കെ അമ്മയ്ക്ക് നന്നായിട്ടറിയാം. ഏതായാലും അക്കൂട്ടത്തിൽപ്പെട്ട ഒരുത്തനല്ല. ആരാണെന്നോ എങ്ങനെയാണ് അവരിത്ര അടുത്തതെന്നോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര. അതെ, എനിക്ക് തോന്നുന്നതേ ഇവരുടെ ഒരു ഓൺലൈൻ റിലേഷൻഷിപ്പ് ആണെന്ന്. അല്ലെങ്കിൽ ഏതെങ്കിലും ഫുട്ബോൾ മാച്ച് കണ്ട് പരിചയപ്പെട്ടതും വല്ലതും ആയിരിക്കും. എന്നാലും എന്താണെന്നറിയോ, ഏട്ടന്റെ വർക്ക് സ്പേസും സാനിയ നമ്പ്യാരുടെ വർക്ക് സ്പേസും ടോട്ടലി ഡിഫറെന്റാ. അവർക്ക് ഇടപഴകാനോ പരിചയപ്പെടാനോ ചാൻസേ ഇല്ല. എന്നാലും അത് ചിലപ്പായിരിക്കും. ഇപ്പോഴത്തെ കാലത്ത് പിള്ളേര് മുഴുവൻ ഈ വാട്സാപ്പും ഫേസ്ബുക്കിന്റെ മുമ്പിലല്ലേ. ഒന്ന് ആലോചിച്ചു നോക്കി, ഇത് വല്ലതും ഗോസിപ്പ് കോളം എഴുതുന്ന പത്രക്കാരുടെ കയ്യിലെങ്ങാനും കിട്ടിയെങ്കിൽ സോഷ്യൽ മീഡിയയിലും മാഗസീൻസിലും മൊത്തം വൈറലാവും. അതോടെ നമ്മുടെ ശ്രീനേഷ് ഫേമസ്. സാനിയ ആശുപത്രിയിൽ പ്രവേശിച്ചത് ഒരു ആത്മഹത്യാ ശ്രമത്തിന്റെ പേരിലാണെന്നോ അതിലേക്ക് അവളെ നയിച്ചത് ഒരു പ്രണയക്കുരുക്കാണെന്നോ ഒരു കുഞ്ഞു പോലും അറിയാൻ പാടില്ല. ഇതൊക്കെ നാട്ടിപ്പാട്ടായ അത് ബാധിക്കാൻ പോകുന്നത് അവളുടെ ഭാവിയാണ്. നീ ടെൻഷൻ ആവണ്ട. ഹോസ്പിറ്റൽ അതോറിറ്റീസിനോട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ഇൻഫർമേഷൻ പോലും പുറത്തു പോകില്ല. ചെന്ന് പെട്ടിരിക്കുന്ന ചതിക്കുഴിന്ന് എന്റെ മോളെ എങ്ങനെയെങ്കിലും ഞാൻ കരകയറ്റും. അവളുടെ നിലയ്ക്കും വിലയ്ക്കും ചേരുന്ന ഒരു പയ്യനെ കണ്ടെത്തി അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. അതെന്റെ കടമയാ. അത് നിറവേറ്റിയിരിക്കും ഞാൻ.